അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലൂടെ ഇങ്ങനെ രാത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 10:06 ഇവിടെ. അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ ജിദ്ദയിലാണുള്ളത്. ജിദ്ദയിൽ എക്സാക്റ്റ് ഷറഫിയ സൈഡിലാണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫീൻ ബ്രോ അയ്യസാമർ كيف حالك؟ الحمد لله تمام. ما في موجود ما شاء الله. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓന് ഹിന്ദി ആത്തിയേ? हिंदी आती है, सब आता है यार. സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദി അറബി പഠിച്ചില്ലെങ്കിലും 15 साल हो गए इधर से. कहाँ से आप? केरला से ना. केरला में कहाँ? केरला में कालीगांव में. कालीगांव में? मलप्पुरम कालीगांव में. ചെങ്കോട് പൊട്ടി. അപ്പോൾ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു. അപ്പം എവിടെ പോയി കഴിഞ്ഞാലും അങ്ങോട്ട് പഠിക്കും ഒക്കെ. എന്തുണ്ട് അവസ്ഥകൾ? ഇനി നമ്മൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് അയ്യസാമറാണ്. ഇനി നമ്മൾ പോണത് വാദിമുറയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് സാദിക്ക് നമ്മളെ നാട്ടുകാരനാണ്. എൻ്റെ വീട് കാളികാവ് പുറ്റമണ്ണ എന്ന സ്ഥലത്താണ്. തൊട്ടടുത്ത് 2 കിലോമീറ്റർ, ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ് അവൻ്റെ വീട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദി അറേബ്യയിലെ കുഗ്രാമങ്ങളിലൂടെ നമ്മൾ പോണത് ഇപ്പോൾ. അപ്പോൾ അല്ലേ വാദിമുറയ എന്താണ്? വാദിമുറയ എന്ന സ്ഥലത്താണ്. ഹറാസാത്ത്. അപ്പോൾ ഇത് സൗദി ഷെയ്ഖിൻ്റെ വലങ്കയാണോ അവന്? അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരെ നമ്മൾ വിളിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷനലി നമ്മൾ വിളിക്കാതിരുന്നതാണ്. കാരണം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചു വന്നതാണ്. ഓന് കുഴപ്പമില്ലാത്ത സെറ്റപ്പിലായിരുന്നു അങ്ങോട്ട് വിളിച്ചു വന്നതാണ്. ബാക്കി കുറേ ആളുകൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. മെസ്സേജ് അയച്ച ആളുകൾ ഇതായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പല രീതിയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സൗദിയിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫിൽ വരുന്ന ആളുകൾ നാട്ടിൽ വരുമ്പോൾ ഉള്ള അവരുടെ അതെ കാണാനുള്ളൊരു പൂതി അവിടെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ മിസ് ചെയ്യണതല്ലേ. നാടിന്റെ ഗ്രാമം കാശ്മീരൊക്കെ കാണുമ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്ന് നമ്മള് ഫസ്റ്റ് പരിപാടി അതാണ്. അപ്പൊ തന്നെ പ്ലാനിങ് ചെയ്ത് വെച്ചിരിക്കണേ ഇൻഷാല്ലാ. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളെ നാട്ടുകാരിൽ, അതായത് നമ്മളെ കുറേ ആളുകൾ ആടുജീവിതം ലൈഫൊന്നുമല്ല, പക്ഷേ കുറേ ബുദ്ധിമുട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പല ആളുകളെയും നമുക്ക് നമ്മുടെ വ്ളോഗ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. ഇൻഷാല്ലാ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ മെയിൻ കളികൾ. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം വോയേജർ ഗ്രാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക. നമ്മളെ ട്രാവൽ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് പല രീതിയിലുള്ള സൗദി അറേബ്യൻ്റെ ഗ്രാമങ്ങളുടെ രാത്രിയാണ് സമയം, ഇപ്പം എന്നാലും കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മളൊരു 70 ഏക്കറിലൊക്കെ പോകില്ലേ, അതെ, ആ ഒരു ഏരിയ കൂടെ ഒക്കെ പോകണ പോലെയാണ്. മല പോലെയാണ്, മരങ്ങളുള്ളൊരു ഏരിയയാണ് ഫുള്ള്. ശരി, രാത്രി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെയുള്ള കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ഥലപ്പേര്? വാദിമുറയ എന്ന സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ സ്പൾബർ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ബ്രൈറ്റ് അടിച്ചാൽ ഓക്കെ. അപ്പോൾ അതെ എങ്ങും ഇപ്പോൾ സത്യത്തിൽ സൗദി അറേബ്യ നമ്മൾ വണ്ടർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മണലാരണ്യം അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ആ ഒരു മരുഭൂമി സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഇതൊക്കെ പച്ച പിടിച്ച് വന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാലാവസ്ഥ മാറിയിട്ട് മഴയൊക്കെ കുറേ വന്നു ഇവിടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല മഴ കിട്ടി ഇവിടെ. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ പച്ചപ്പ് വരൽ തുടങ്ങി. ഇവിടെ മലകളൊക്കെ പച്ചപ്പായത് 10-12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ 2 വർഷമായിട്ട് നല്ല മഴയാണ്. വാദിമുറയ അല്ലേ, ഒരു മല കയറണം. ഇപ്പോൾ നമ്മളൊരു അതെ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ നാട് കാളികാവ്, മലപ്പുറം ജില്ലയിൽ മലയോര മേഖല കാളികാവ് സൈഡിൽ നമ്മളെ ഒരുപാട് ഇതേപോലത്തെ ഹിൽ സ്റ്റേഷൻ, ഇതേപോലെ എന്ന് പറയാൻ പറ്റൂല, വേഴ്സറ്റൈൽ ഫേസസ് ഓഫ് ദുനിയ. പക്ഷേ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഓരോരോ സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ജിദ്ദ സൈഡിലാണ്. ഇനി നമുക്ക് പോകാണ്ട് തായിഫ്, അബഹ, അതേപോലെ ജിസാൻ, നജ്റാൻ, പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ GCCയിൽ വരുന്ന സമയത്ത് GCC എന്ന് പറഞ്ഞാൽ എന്താ അറിയോ,
എന്താണ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അല്ലേ ആണ് GCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 രാജ്യങ്ങളുടെ ഒരു എന്താ പറയുക ഒരു കൊളാബാണ്. 6 രാജ്യങ്ങളുടെ ഒരു ഇതാണ്. അപ്പോൾ ഈ GCC കൺട്രീസിൽ മാത്രമല്ല ബാക്കി വേൾഡിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമേ ഉള്ളൂ നമുക്ക് റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഒരാവേശത്തിൽ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഇതൊക്കെ ലേബർ ക്യാമ്പുകളാണ്. കാണാൻ പറ്റില്ല, ഉള്ളിൽ കയറാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ കാണാം. കാരണം നമ്മളാളുകൾ പണ്ട് ഇപ്പോൾ നമ്മളൊരു വിലയിരുത്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാളുകൾ കൂടുതലും ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ആളുകളൊക്കെ ഈ പട്ടിപ്പണി എടുക്കുക എന്നുള്ള പരിപാടിയിൽ നമ്മളാളുകളില്ല. ഇപ്പോൾ കുറേ ആളുകൾ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഇതാണ് അവിടെയാണ്. പ്രത്യേകിച്ച് ന്യൂജൻ ആളുകളൊക്കെ വരുന്നത് പക്ക ഓഫീസ് ഓറിയൻറ്റഡ് ജോബുകൾക്കൊക്കെയാണ്. അതെ അതെ 2,500 എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ നാട്ടിൽ 23 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയായി? ഒരു 60 റുപ്യേൻ്റെ അടുത്തായി. 2,500 60 റുപ്യേൻ്റെ മേലായില്ല 2,500 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതെ. പിന്നെ ഇപ്പോൾ സൗദി അറേബ്യൻ്റെ സമയത്തോളം റോഡുകൾ ഇപ്പോൾ നമ്മൾ ദുബായി എന്നുള്ളതിനോട് നമ്മൾ ആദ്യം പോയത് ദുബായിയാണ്. അപ്പോൾ ദുബായിനോട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡുകളൊക്കെ വലിയൊരു ഇതില്ല. പക്ഷേ 2030 ഓരോ പ്രൊജക്റ്റ്. അതോടുകൂടി ഇതൊക്കെ അതൊക്കെ ഏരിയ പൊളിയില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതെന്താ ടർഫോ? ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ പോകുന്നത് ഒരു സമയത്ത് നമുക്കിങ്ങനെ കാണാം കറക്റ്റ് നമ്മളൊരു നമ്മളെ നാട്ടിലൂടെയൊക്കെ പോകുന്നൊരു ഫീല്. കാരണം ഇത് ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രാജസ്ഥാനും അല്ലെങ്കിൽ പഞ്ചാബ്, ഡൽഹി സൈഡുകളിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഭൂപ്രകൃതിനെ എവിടെ ഒരു വിങ്ങല്, അതുപോലെ തന്നെ ഒരു ചൂട്. പക്ഷെ ഇപ്പോൾ ചൂട് കുറവുണ്ട് കേട്ടോ. ചൂട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടും ഇവരിങ്ങനെ പറയുന്നുണ്ട് നല്ല ചൂടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് അവിടെ കിട്ടുന്ന ചൂട് 48 ഡിഗ്രി 49 ഡിഗ്രി ഒക്കെ നമുക്ക് രാജസ്ഥാനും അതേപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒക്കെ നിൽക്കുന്ന സൈഡുകളിൽ നമുക്ക് അത്ര വരാറുണ്ട്. അതേപോലെ തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് -2 -3 ഒക്കെ കാലാവസ്ഥയാണ്. ഈ ഒരു 2 മാസം സൗദിയിൽ നോമ്പിന് ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു കാലാവസ്ഥ. ദുബായിലൊക്കെ അടിപൊളി നല്ല ക്ലൈമറ്റ് വരും. മഴയാണല്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടുന്ന് ഇങ്ങനെ രസമായിട്ടുള്ളൊരു വൈബ് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പറഞ്ഞതിൻ്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലും ഇതേപോലൊക്കെ തന്നെയാണ് ക്ലൈമറ്റുകൾ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് വാദി മുറയ്യാണ് സ്ഥലത്തുള്ളത്. അപ്പോൾ സൗദി അറേബ്യൻ്റെ പട്ടണ പ്രദേശങ്ങൾ മാത്രമല്ല സൗദി അറേബ്യയിലും കാളികാവും പുറ്റവണ്ടിയും അഞ്ചച്ചവടിയും അമ്പലക്കടവൊക്കെ ഉണ്ട്. അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള ചെറിയ ഒരു എന്താ പറയുക വ്യാപാര സമുച്ചയം ഇവിടെ കാണാം. അൽ ബത്തറയാത്ത് അല്ലേ, എന്താണ് എന്താ വായിക്കുക? അൽ ബത്തറയാത്ത് എന്താണ്? അതെ, അല്ല മഴസലാത്ത് ലയാൻ ഇലക്ട്രോണിക്സ് എന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ആരൊക്കെ മലയാളീസ് തന്നെ കയറും. ഇവിടെ ഉണ്ടോ? ഇവിടെ കുറേ ആളുകളുണ്ട്. ഇതൊക്കെ കുറേ സൗദികളുണ്ട്, കുറേ യമനികളുണ്ട്. ഇതൊരു പെട്രോൾ പമ്പാണ്. അപ്പുറത്ത് റോഡുണ്ട്. ആണോ? സിഗരറ്റ് ഭയങ്കര അഡിക്ഷനുള്ള ആളുകളാണ് ഇവിടെ. സിഗരറ്റ്, പെപ്സി, ഇത് രണ്ടുമാണ് നമ്മളിവിടെ കണ്ട സൗദികളുടെ എല്ലാവരുടെയും ഹാബിറ്റ്. രാവിലെയൊക്കെ നീച്ച് കഴിഞ്ഞാൽ ആദ്യം കുടിക്കുക പെപ്സി ആണല്ലോ, അങ്ങനെയൊക്കെ കേട്ടു. ഇത് കുറേ ചെക്കന്മാർ ഇതേപോലെ ഫാമിലിയൊക്കെ ഉണ്ടാവും. കുറേ ആൾ വലിയ നമ്മളെ 1.5 ലിറ്റർ 1 ലിറ്ററിൻ്റെ ഒക്കെ വലിയ പെപ്സിൻ്റെ ഇതുണ്ടല്ലോ, ക്യാനല്ല മറ്റേ ഗ്ലാസ്, അതിൽ പെപ്സി പിടിച്ച് നടക്കുന്ന കുറേ ആളുകൾ. പിന്നെ അപ്പോൾ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ പിന്നെ നോക്കുന്നുണ്ടോ, കുറേ ആളുകൾ പോകുന്നുണ്ട്. നോക്കണുണ്ടോ? വാ, യമനികളുണ്ട്, സൗദി അറേബ്യൻസ് ഉണ്ട്, അറബി അതേപോലെ തന്നെ 2 നിറത്തിലുള്ള കുറേ ആളുകൾ കണ്ടു. ഒന്ന് നല്ല വൈറ്റ് അറബ്സും പിന്നെ ബ്ലാക്ക് അറബ്സും. അത് രണ്ടും കളറിൻ്റെ ഗ്ലോറിഫിക്കേഷൻ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ തവിട്ടു നിറം, പിന്നെ നമ്മളെ നിറമാണ് നമ്മളെ നാട്ടിൽ മെയിനായിട്ടുള്ളത്. എന്ന പോലത്തെ ഇവിടെ ഒറിജിനൽ കളർ എന്നുള്ളത് ബ്ലാക്ക്സ് ആണ് അറബ് എന്നുള്ളത് കേട്ടു. അറിയില്ല, വാട്ട് എവർ, ജസ്റ്റ് ടോൾഡ്. ആൻഡ് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. വിഷയം തന്നെയല്ല. അപ്പോൾ നമ്മൾ അറബി
പഠിക്കണം. അറബി നല്ല രസമാണ്. ഇപ്പോൾ ഭാഷകൾ ഇപ്പോൾ നമ്മൾ ഹിന്ദി നമ്മൾ നോർത്തിൽ പോയ സമയത്ത് നമുക്ക് ആകെ അറിയുടെ ഹിന്ദി എന്താ അറിയോ, ഞാൻ ആദ്യം ഹിന്ദി പറയണത് എങ്ങനെ അറിയോ, ഞാൻ അതായത് വലിയ കഥയാണ്. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് CUCT സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന എക്സാമിൽ എനിക്ക് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ കാർഡ് ഒട്ടുന്ന മെഷീൻ എൻ്റെ പരിപാടി. ഈ കാർഡ് ഒട്ടുന്ന മെഷീൻ കൊണ്ട് ഞാൻ ഒരു മാസം ഏകദേശം 10,000-40,000 രൂപ നാട്ടിൽ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. പിന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഉണ്ടാകലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ലഹരി കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളൊരു പേടി. അപ്പോൾ നമ്മളെന്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പീക്കിലാകാരം. അതെന്ന പോലെ കാർഡ് ഇട്ടുന്ന മെഷീൻ കൊണ്ട് അതേപോലെ തന്നെ പല പണി എടുത്ത് പോയിക്കണം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഓരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ വ്ളോഗ് വിജയിക്കുകയാണ് ഞാൻ കഥകളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഡെറാഡൂൺ എക്സ്പ്രസ്സിലാണ് ഞാൻ വെള്ളിയാഴ്ചയാണ് ഞാൻ പോണത്. ആ കഥകളെ നമുക്ക് വേറൊരു സസ്പെൻസ് പരിപാടിയായിട്ട് പറയാനുണ്ട്, വേറൊരു രീതിയിൽ പറയാനുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. കാസർഗോഡ് ബോർഡർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല. അതായത് ആ ബോർഡർ കഴിഞ്ഞപ്പോൾ നല്ല ഹിന്ദി തന്നെ അറിയണില്ല. അതിൽ എനിക്ക് വേണ്ട, അതേപോലെ എനിക്ക് ഈ കാര്യം അറിയില്ല എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ, അതായത് എൻ്റെ കയ്യിലൊരു സാംസങ്ങിൻ്റെ ഫോണുണ്ട്, റെഡ്മി നോട്ട് 7 Pro ഉണ്ട്. ആ ഫോണിൽ ഞാൻ ഗൂഗിൾ ചെയ്തു, ട്രാൻസ്ലേറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ഇൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്തു പോയി, മുझे आती नहीं है, मुझे आता नहीं है, मुझे चाहिए എന്നൊക്കെ ഹിന്ദി നമ്മളന്ന് പഠിച്ചു. ഇന്ന് പലതിലുള്ള റാത്തായിട്ട് നമുക്കൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ സംടൈംസ് ഇറ്റ്സ് ഹാപ്പൻ. നമ്മൾ മലയാളമാണെങ്കിൽ പോലും നമ്മളുടെ പ്രോപ്പർ ഗ്രാമാറ്റിക്കലി അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ, ശുദ്ധ മലയാളം അല്ലല്ലോ. എന്നതുപോലെ ഹിന്ദിയിൽ നമുക്ക് അങ്ങനെ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ അറബി നമ്മൾ പഠിക്കുമ്പോൾ അറബിയിലിപ്പോൾ ഇതെന്താണ്, ഇത് ഹാദ മ ശരിക്കും അറബിയിൽ, അല്ലെങ്കിൽ മൈ നെയിം ഈസ് ഷഫീഖ് അലി, ഇസ്മി ഷഫീഖ് അലി, അല്ലെങ്കിൽ എങ്ങോട്ട് അറബിയിൽ ഇപ്പോൾ നമ്മൾ ചോദിക്കും മിന്നായി എവിടുന്നാണ് ഈ വരുന്നത്. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച അറബിയും ഇവിടെ വന്ന് നമ്മൾ സംസാരിക്കുന്ന അറബിയും രണ്ടും ഇതാണ്. ഇപ്പം നമ്മൾ ഈ എവിടെയെന്ന് ചോദിക്കും അറബിക്കിൽ, അതിനനുത്ത നമ്മൾ പഠിച്ചത് സ്കൂളിലും മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചത് അതിനനുത്ത എന്നുള്ളതാണ്. അതിനനുത്ത ഇവിടെ ആരും പറയില്ല. ഫേനനുത്ത യഷാദ, ഇതെന്താ യഷാദ, അങ്ങനെ രീതിയിലാണ് ഒരു അറിയുക. അപ്പോൾ നമ്മൾ ഗൾഫിൽ വരുമ്പോൾ സംസാരിക്കുന്ന അറബിയും നമ്മൾ പഠിച്ച അറബിയും ഡിഫറെൻ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാ അറബിയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മളത് പഠിക്കും. ഇൻഷാ അല്ലാ സൗദി അറേബ്യയ്ക്ക് നമുക്ക് വീണ്ടും വരണം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ വിസിറ്റാണ്, 3 മാസത്തിന് വിസക്ക് വന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വോയേജർ ഗ്രാമിൻ്റെ ട്രിപ്പ് ഉണ്ട് നാട്ടിൽ. ആഗ്ര, ഡൽഹി, കശ്മീർ, പഞ്ചാബിൻ്റെ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ആ ട്രിപ്പ് 2-3 മാസം ട്രിപ്പ് കമ്മിറ്റ് ചെയ്ത ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വ്ളോഗ് ചാലു ആവുന്നത് നിങ്ങളെപ്പോലത്തെ ആളുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ വോയേജർ ഗ്രാം ആണ് നമ്മളെ ഇതിൽ ടൈപ്പ്, ഇപ്പോൾ സ്ക്രീനിൽ വന്നല്ലോ, ഇതാണ് വോയേജർ ഗ്രാം. നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളെ വിലയേറിയ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ സൗദി അറേബ്യത്തെ വണ്ടികളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഫോർഡ് നമ്മുടെ നാട്ടിലുള്ള സകല വണ്ടികളും ഇവിടെ ഉണ്ട്. പക്ഷെ നമ്പർ ഇതേപോലെ എഴുതുന്നതിൽ അറബിയിലും ഇംഗ്ലീഷിലും പോലെ അറബി എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇതിൻ്റെയും ഇവിടുത്തെയുള്ള, ഇപ്പോൾ സൗദി അറേബ്യത്തെ ആളുകൾക്ക് ഇതൊന്നും വലിയൊരു അറിവല്ല. പക്ഷെ ഇവിടെ വരാത്ത ആളുകൾക്കുള്ള ഇതാണ്. കണ്ടോ സ്റ്റാരിങ് കണ്ടോ, നമ്മുടെ വണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുക അല്ലേ, ഇത് ഇവിടെയാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓരോ സംഭവങ്ങളാണെങ്കിലും, പിന്നെ ഇതുപോലെ കന്തൂർ അതേപോലത്തെ ഡ്രസ്സുകളാണ് ഇതുള്ളത്. പിന്നെ കണ്ടോ ഡ്രൈവർ കണ്ടോ ആ സൈഡിൽ. അപ്പോൾ നമ്മളെ മലയാളീസൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ സൗദി അറേബ്യ. അതായത് സൗദി അറേബ്യൻ്റെ ഒരു ഉള്ളേരിയ, ഉൾപ്രദേശമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ കണ്ട സൗദി അറേബ്യനെ അതായത് അതൊക്കെ പണ്ടത്തെ കാലമാണ്. ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ എല്ലാവരും ആ രീതിയിലൊന്നും അല്ല. പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ പറയാമെന്നുണ്ടെങ്കിലോ, നമ്മളെ വാപ്പാരൊക്കെ
മക്കളെ തൊട്ട് നമിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ഇത്തരത്തിലുള്ള രീതിയിൽ ജീവിച്ചിട്ടാണ് നമുക്കാണ് ആ പൈസ ഓരോ മാസം 10,000 15,000 നമ്മളെ വീടുകളിലേക്ക് അയച്ചു തന്നിരുന്നത്. ആ പൈസക്കാണ് നമ്മൾ ദൂർത്തടിച്ചിരുന്ന ആളുകൾ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാപ്പിയും മക്കളും അല്ലെങ്കിൽ അതായത് സൗദി അറേബ്യയിലുള്ള ആളുകൾ നമ്മൾ ഓല അയച്ചിരുന്ന പൈസ ഉണ്ടല്ലോ, ഒരു ബർക്കത്തോടുള്ള പൈസയാണ്, ഓല വിയർപ്പിൻ്റെതാണ്. അത് എല്ലാ നാടുകളിലും ജോലി ചെയ്യുന്ന ആളുകളുടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവനവൻ്റെ പൈസ കൊണ്ട് മാത്രം ദൂർത്തടിക്കുക, അല്ലാത്തപോലെ അതൊരു ഇടങ്ങാറാകാരം ലൈഫിൽ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതും സൗദി അറേബ്യയാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് നമ്മളെ നാട്ടിൽ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അതായത് സാധാ നാടൻ കോഴിയും കാര്യങ്ങളൊക്കെ ആണോ, സാധാ നാടൻ കോഴി, താറാവ്, കാട, അതുപോലെ തന്നെ പ്രാവ്, മുയലിവിടെ മുയലിതാ താറാവാക്കണ താഴെ കിടക്കണേ, കോഴിയുണ്ട് കണ്ടോ. അങ്ങനെ എന്ന് വേണ്ട സകല ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, ये जगह का नाम क्या भैया? जगह का नाम? അപ്പോൾ നമ്മൾ ഇവിടെ സൗദി അറേബ്യയിൽ ജിദ്ദയിലെ വാദിമുറയ എന്ന സ്ഥലത്താണ്. ഇത് കറക്റ്റ് വാദിമുറയല്ലേ? വാദിമുറയ കണ്ടോ. ഇവിടെ മട്ടന് അതുപോലെ തന്നെ ഇതൊക്കെ പാകിസ്ഥാനികളാണ് കൂടുതൽ. കറക്റ്റ് നമ്മുടെ ഇതെന്താ പറയുക, ഇത് നോർത്ത് ഇന്ത്യ അല്ല മക്കളെ. കണ്ടോ, നോർത്തിൽ കാശ്മീരിലും പഞ്ചാബിലും രാജസ്ഥാനിലും എന്ന് വേണ്ട ഹരിയാന ഏത് സ്ഥലങ്ങളിലേക്ക് പോകണം നമുക്ക് ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. പക്കാ ലോക്കൽ കടകൾ, അങ്ങനത്തെ ഒരു സ്ഥലമാണിത് വാദിമുറയ്യ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്. അയ്യസാമർ റോഡ്, വാദിമുറയിൽ അയ്യസാമർ റോഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആടും കോഴിയും പൂച്ചയൊക്കെ വാങ്ങാൻ പറ്റും. പൂച്ചല്ല, ഓക്കെ, ഒരാവശ്യത്തിൽ പറഞ്ഞു. ബാർബർ ഷോപ്പുകളുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ വൃത്തി വളരെ കുറവാണ്. കറക്റ്റ് നമ്മളെ ഉണ്ടോ ഈ ബോർഡൊക്കെ ഉണ്ട് തന്നെ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ കറക്റ്റ് നമ്മളെ നോർത്തിലുള്ള. അസ്സലാമു അലൈക്കും, കൈഫാലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി സൗദി അറേബ്യയുടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ വോയേജർ ഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിരന്തരം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.